പടങ്ങളൊന്നും ഓർമ്മയില്ല. എക്സ്പീരിയൻസ് സിസ്റ്റം ആണെങ്കിൽ എനിക്ക് ഒട്ടും ഓർമ്മയില്ല. ആ ബോണ്, സ്കാപ്പുല, സ്റ്റേണം എനിക്ക് ഓർമ്മയേ ഇല്ല. അതെങ്ങാനും ചോദിച്ചാൽ അതെങ്ങാനും എസ് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളുടെ പൊട്ടത്തരം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡയഗ്രാം യൂസ് ചെയ്യരുത്. മേ ബി ചിലപ്പോൾ ആ ഹിന്റ് നമുക്ക് ഉപയോഗം വന്നാലോ. ചില സാഹചര്യത്തിൽ ലാസ്റ്റ് മിനിറ്റ് പഠിത്തം ഉപകാരപ്രദമാകും കേട്ടോ. നിങ്ങൾ നോക്കിക്കോ, കറക്റ്റ് ആയിട്ട് ഇത് തന്നെ നിങ്ങളുടെ ടീച്ചർ പറയും. നീ അത് നോക്കിയായിരുന്നോ? ആ സമയത്തായിരിക്കും നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്നത് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എവിടെയോ കേട്ടിട്ടുണ്ട് ഒരു ടൈമില്. ആൻഡ് തേർഡ് തിങ് ഇസ് Hello guys, welcome back to my channel. I'm Jayalakshmi and you're here in the rhythm of Jay. Please do like, share and subscribe. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ വെരി ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തംബ്നെയിലിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ എക്സാം ടിപ്സ് ആണ്. അപ്പോൾ ബിഫോർ ദ എക്സാം ആൻഡ് ഡ്യൂറിംഗ് ദ എക്സാം, പിന്നെ റൈറ്റിംഗ് ആൻഡ് പേപ്പർ പ്രസന്റേഷൻ, അങ്ങനെ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്ത് ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം ടിപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അത്ര നിങ്ങൾക്ക് എടുത്താൽ പൊങ്ങാത്ത എക്സാം ടിപ്സ് ഒന്നും ആയിരിക്കില്ല. കാരണം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് ഫസ്റ്റ് ക്ലാസ് മാർക്കാണ് BSc നഴ്സിംഗിൻ്റെ ഫൈനൽ എക്സാമിന് ഞാൻ പാസ്സായത് വിത്ത് ഫസ്റ്റ് ക്ലാസ് മാർക്കാണ്. ഡിസ്റ്റിങ്ഷനോ കോളേജ് ടോപ്പറോ അങ്ങനെയൊന്നും അല്ല. ഒത്തിരി അബദ്ധങ്ങൾ കാണിച്ചിട്ടില്ല. ഒരുപാട് ടീച്ചേഴ്സിൻ്റെ നിന്നൊക്കെ വഴക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അല്ലറ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ചെറുതായിട്ടൊക്കെ കോപ്പി അടിച്ചിട്ടുള്ള അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു നോർമൽ ബ്യൂട്ടിഫുൾ കോളേജ് ലൈഫ് ആയിരുന്നു എൻ്റെത്. അങ്ങനെ ഒരു നോർമൽ ആവറേജ് സ്റ്റുഡൻ്റ് ആണ് ഞാൻ. അപ്പോൾ എൻ്റെ ടിപ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും എന്നാണ് എൻ്റെ വിശ്വാസം. ലൈഫിൽ ഇതായിപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു എക്സാം ടിപ്സ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ടൈം കളയേണ്ട, വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ദ ഡേ ബിഫോർ ദ എക്സാം, അല്ലെങ്കിൽ ആ ഡേ എക്സാമിൻ്റെ മോർണിംഗ് ഡേ. അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ബൾക്കായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് പോകരുത്. ഞാൻ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ തേർഡ് ഇയറും ഫോർത്ത് ഇയറുമാണ് ഈ ഒരു കാര്യം ചെയ്തത്. തേർഡ് ഇയറും ഫോർത്ത് ഇയറും എനിക്ക് സപ്ലി കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ തേർഡ് ഇയറും ഫോർത്ത് ഇയറിലും ഞാൻ ഈ ഒരു കാര്യമാണ് ചെയ്തത്. ഞാൻ രാവിലെ 3 മണിക്ക് എഴുന്നേക്കുമായിരുന്നു. അപ്പോൾ 3 മണിക്ക് എഴുന്നേറ്റിട്ട് നിങ്ങൾ ഉറങ്ങിപ്പോവും എന്നുണ്ടെങ്കിൽ 3 മണിക്ക് എണീറ്റിട്ട് കാര്യമില്ല. ബട്ട് ഞാൻ 3 മണിക്ക് എണീക്കുമായിരുന്നു. ആൻഡ് 3 o'clock to 7 o'clock ഈ ഇത്രയും ടൈം കൊണ്ടിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യുമായിരുന്നു. ബട്ട് എല്ലാ ചാപ്റ്റേഴ്സും എന്ന് പറയുമ്പോൾ A to Z ആ ചാപ്റ്ററിന്റെ റിവൈസ് ചെയ്യുകയല്ല. പകരം ഇപ്പോൾ കാർഡിയോവാസ്കുലർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹാർട്ടിന്റെ ഏരിയ, അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഏരിയ. ഇപ്പോൾ സ്കെൽറ്റൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ക്ലാവിക്കൽ, സ്റ്റേർണം, സ്കാപ്പുല, ഈ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കരുതിയിട്ട് റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ആ ഒരു പോർഷൻ മാത്രം നോക്കുമായിരുന്നു. പിന്നെ ലാസ്റ്റ് 2 hours അല്ലെങ്കിൽ ഒരു 1.5 hours കംപ്ലീറ്റ് പിക്ചർ റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുമായിരുന്നു. ഇപ്പോൾ സോഷ്യോളജി, സൈക്കോളജി, ബയോകെമിസ്ട്രി, ഈ ന്യൂട്രീഷൻ ആ ദിവസങ്ങളിലൊന്നും 3 o'clock എണീറ്റിട്ടില്ല. ആ ദിവസമൊക്കെ ഞാൻ 5 o'clock ആയിരുന്നു. കാരണം അത്രയ്ക്കൊന്നും റിവൈസ് ചെയ്യാനായിട്ട് ഇല്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്കത് ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ ട്രൈ വേക്കിംഗ് അപ്പ് ഏർലി, ഓക്കെ, ആൻഡ് റിവൈസിങ് എവറിത്തിങ് ഇൻ ദ മോർണിംഗ്. കാരണം ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ എത്ര തന്നെ നേരത്തെ പഠിച്ചാലും ആ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ആ ദിവസം ഡേ ബിഫോർ ദ എക്സാം ആൻഡ് മോർണിംഗ്, ആ ദിവസം രാവിലെ ഒക്കെ പഠിക്കുന്നതായിരിക്കും കൂടുതലും നമ്മളുടെ മനസ്സിൽ നിൽക്കുക. ടു വേക്ക് അപ്പ് ഏർലി ആൻഡ് ഓൾമോസ്റ്റ് ഓൾ ദ പോർഷൻസും റിവൈസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് റിവൈസ് ചെയ്യുക. ആൻഡ് ദ സെക്കൻഡ് ടിപ്പ് ഇസ്, എക്സാമിന് നിങ്ങൾ പോകാണ് കോളേജിൽ. അനാട്ടമിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു 2-3 ബുക്ക് കാണും. ഫിസിയോളജിക്ക് ഒരു 2-3 ബുക്ക് കാണും. അവിടെ ചെന്ന് കോളേജിന്റെ ഫ്രണ്ടിലെ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പായിട്ട് ഈ ബുക്കുകളെല്ലാം കൂടി ഇങ്ങനെ മറിക്കുക, അടുത്തടുത്ത് എല്ലാ വാക്കുകളും നോക്കുക, എല്ലാമായിട്ട് നോക്കുക. നോ, ആ ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുക. അതിന് വേറെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകിൽ നിങ്ങൾ ചിറ്റ് നോട്ട്സ് എഴുതുക, കുഞ്ഞു കുഞ്ഞു നോട്ടുകൾ നിങ്ങൾ ഉണ്ടാക്കുക. ആ ഒരു നോട്ട് മാത്രം കയ്യിലെടുത്തിട്ട് പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനാട്ടമി, ഫിസിയോളജി എക്സാംസ് ഒക്കെ ആണെങ്കിൽ, അനാട്ടമിക്ക് ആണെങ്കിൽ നിങ്ങളുടെ പിക്ചേഴ്സ്, നിങ്ങൾ വരച്ചിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ടല്ലോ, ആ പിക്ചേഴ്സ് എല്ലാം നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, ലേബൽ ചെയ്ത് കാണും. ആ പിക്ചേഴ്സിന്റെ ആ ഒരു എല്ലാ പിക്ചേഴ്സും ഒരുമിച്ച് വരച്ച് ലേബൽ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു 2-3 പേപ്പറുകൾ മാത്രം കൊണ്ടുപോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ എഴുതിയ പേപ്പർ, ആ കാര്യത്തിൽ നിങ്ങൾ ജസ്റ്റ് എക്സാമിന് മുന്നേ ആയിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് പേപ്പേഴ്സ് നിങ്ങൾ ഉണ്ടാക്കുക. ഞാൻ എൻ്റെ ഒരു പേപ്പർ കാണിച്ചു തരാം. ഇത് ഫിസിയോളജിയുടേതാണ് കേട്ടോ. തിരിച്ചു കാണിച്ചോ, എന്തായാലും കാണിച്ചേ. ഇപ്പോൾ ലൈക്ക് ഫിസിയോളജിയുടേതാണ്. ഇത്രയാണ് എൻ്റെ പേപ്പർ. ഇതൊരു കുഞ്ഞു ബുക്കിലെ പേപ്പറാണ്. കൂടിപ്പോയാൽ ഇതിനകത്ത് ഒരു 15 പേപ്പർ കാണും. കുഞ്ഞു ബുക്കിലെ പേപ്പറാണ്, 15 പേപ്പർ കാണും. അപ്പം ഞാൻ ഈ ഒരു ഇത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പേപ്പറാണ് ഞാൻ ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ടിയിട്ട് ഫിസിയോളജി യൂസ് ചെയ്തിട്ടുള്ളത്. ചാപ്റ്റർ വൈസാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടല്ല എഴുതിയിരിക്കുന്നത്. ഒരു ചാപ്റ്ററിന് 1 പേജ് അല്ലെങ്കിൽ കൂടിപ്പോയാൽ 3 pages അത്രേ യൂസ് ചെയ്തിട്ടുള്ളൂ.
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഏരിയസിൻ്റെ ജസ്റ്റ് ഡെഫിനിഷനും കാര്യങ്ങളും ഒക്കെ ഷോർട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ പിക്ചേഴ്സും വരച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലാസ്റ്റ് മിനിറ്റ് ഒന്ന് നോക്കിയിട്ട് കയറേണ്ട പിക്ചേഴ്സൊക്കെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ മറന്നുപോകും എന്നുള്ള ഡിഫറൻസ് ബിറ്റ്വീനും ഞാൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ടഫായിട്ടുള്ള ഏരിയ ആയിരുന്നു. ഈ ഒരു ന്യൂറോ മസ്കുലാർ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ആ ഒരു ഏരിയയും ആരോ വരച്ച് എഴുതിയിട്ടുണ്ട്. ഈ കോർട്ടിക്കോ സ്പൈനൽ ട്രാക്റ്റിൻ്റെ ഏരിയ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പഠിക്കാനായിട്ട് ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയ കാര്യമാണ്. അങ്ങനെയുള്ള ടോപ്പിക്സും കണ്ടൻസും മാത്രമാണ് എഴുതിയിട്ടുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് മാത്രം. അടുത്തതായിട്ട് ബ്ലഡിൻ്റെ ഏരിയ വരുമ്പോഴും ഒരു എസ്സേ ആയിട്ട് തോന്നിയ ക്വസ്റ്റ്യനാണ് ആ ഒരു RBCയുടെയൊക്കെ. അപ്പോൾ എസ്സേ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഷോർട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് മിനിറ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് കയറാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ് എസ്സേ മുഴുവനായിട്ട് ഷോർട്ടാക്കി എഴുതിയിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ 2-3 എസ്സേ ക്വസ്റ്റ്യൻസ് മാത്രം. അനാട്ടമിക് ആണെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, അങ്ങനെ എസ്സേ ക്വസ്റ്റ്യൻ ഇതായിരിക്കും എന്നൊക്കെയുള്ള ഒരു ഐഡിയ കാണുമല്ലോ. ആ ഒരു എസ്സേ ക്വസ്റ്റ്യൻ്റെ മാത്രം നോട്ട്സ് നിങ്ങൾ കൊണ്ടുപോകുക. അതായിരിക്കും ഏറ്റവും നല്ലത്, ഈ ഒരു എല്ലാം റിവൈസ് ചെയ്ത് കിടന്ന് തപ്പി പിടിക്കുന്നതിന്. ഇനി തേർഡ് ടിപ്പ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ്. ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിൽ പകുതി കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികളായിരിക്കാം, പകുതി കുട്ടികൾ അങ്ങനെ അല്ലാത്ത കുട്ടികളും ആയിരിക്കാം. അപ്പോൾ എങ്ങനെയുള്ള കുട്ടികളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിൻ്റെ ടൈമിൽ ഭയങ്കര ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൈയും കാലം അടിക്കുമായിരിക്കും. അയ്യോ എനിക്ക് ഇത് ഓർമ്മയില്ല, എനിക്ക് അത് ഓർമ്മയില്ല, എനിക്ക് അങ്ങനെ ഓർമ്മയില്ല, ഇങ്ങനെ ഓർമ്മയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ പഠിക്കുന്ന കുട്ടികളായിരിക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല. സംടൈംസ് നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷനും വരാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടെൻഷൻ ബാക്കി കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ഇൻ ദ സെൻസ് ലൈക്ക് നിങ്ങൾ ചെന്നിട്ട് വേറൊരു കുട്ടിയുടെ അടുത്ത് അല്ലെങ്കിൽ വേറൊരു ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും എടി എനിക്ക് അത് ഓർമ്മയില്ല, എനിക്കിത് ഓർമ്മയില്ല, ഞാൻ അനാട്ടമി തോറ്റു, ഞാൻ അനാട്ടമി പൊട്ടി, എനിക്ക് ആ പടങ്ങളൊന്നും ഓർമ്മയില്ല, എക്സ്പിറേറ്ററി സിസ്റ്റം ആണെങ്കിൽ എനിക്ക് ഒട്ടും ഓർമ്മയില്ല, ആ ബോണ്, സ്കാപ്പുല, സ്റ്റേണം എനിക്ക് ഓർമ്മയേ ഇല്ല, അതെങ്ങാനും ചോദിച്ചാൽ അതെങ്ങാനും എസ്സേ ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ മറ്റു കുട്ടികളോട് പറയരുത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന 2 പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് തകർക്കുകയാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ തന്നെ മനസ്സിനകത്ത് ഉറപ്പിക്കുകയാണ് അതെനിക്ക് അറിയില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് വന്നാലും നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ അതറിയില്ല എന്നുള്ള ഇതായിരിക്കും. നമ്മൾ സ്വന്തമായിട്ട് വെറുതെ അയ്യോ എനിക്ക് ഓർമ്മയില്ല എന്ന് നിങ്ങൾ സ്വന്തമായിട്ട് പറയുന്ന പോലെയല്ല, നിങ്ങളുടെ വേറൊരാളോട് അത് പറയുമ്പോൾ നിങ്ങൾ കൂടുതലും അത് ഉറപ്പിക്കുന്ന കണക്കാണ്. സോ മറ്റു കുട്ടികളോട് അത് പറയാണ്ടിരിക്കുക. ഇനി നിങ്ങൾ അങ്ങനത്തെ കുട്ടിയല്ല, നിങ്ങൾ ഒരുപാട് ഞാൻ അങ്ങനത്തെ ഒരാളായിരുന്നു. ഞാൻ ഏകദേശം ആവറേജ് ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ജയിക്കാൻ കണക്കിനുള്ളതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ആളായിരുന്നു ഞാൻ. എൻ്റെ മാർക്ക് എടുത്തു നോക്കിയാലും അറിയാം. എൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ലൈക്ക് പാസ്റ്റ്, ജസ്റ്റ് പാസ്റ്റ്, ഒരു 7 മാർക്കിനൊക്കെ പാസ്ഡ്. പാസ് മാർക്കിൽ നിന്ന് ഒരു 7 മാർക്ക് അധികമുണ്ട്, അല്ലെങ്കിൽ പാസ് മാർക്കിനേക്കാളും ഒരു 10 മാർക്ക് കൂടുതലുണ്ട്. അങ്ങനെ പാസ്ഡ്, അങ്ങനെയുള്ള ഒരു ലെവലായിരുന്നു ഞാൻ. അപ്പോൾ പാസ്സാവാനുള്ളതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ഇങ്ങനെയുള്ള ആളാണ് നിങ്ങളുടെ ഫ്രണ്ട്, ഭയങ്കര ടെൻഷനുള്ള ആള് ഇല്ല. അങ്ങനെ ഭയങ്കര ടെൻഷനുള്ള ആള് ചിലപ്പോൾ അൾട്രാ പഠിപ്പിയുമായിരിക്കാം കേട്ടോ. ചിലപ്പോൾ ആ കുട്ടിയുടെ അടുത്തായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. എക്സാമിന്റെ ലാസ്റ്റ് മൊമെന്റ് അല്ലേ, ചിലപ്പോൾ പഠിപ്പിയായിട്ടുള്ള കുട്ടികളുടെ അടുത്തൊക്കെ നമ്മൾ ചെന്ന് ഇരിക്കുമ്പോഴത്തേക്കും അവരെ നിന്ന് വല്ലതൊക്കെ നമുക്ക് കിട്ടിയാലോ അല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ ചെന്ന് ഇരിക്കുമ്പോഴായിരിക്കും ആ കുട്ടി പറയണം എടീ ഞാൻ എന്തോ മസ്കുലർ സ്കിൽറ്റന്റെ ആ ഇതൊന്നും ഓർത്തില്ല, ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ഒക്കെ എന്താന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ, നീ അത് നോക്കിയായിരുന്നോ. ആ സമയത്തായിരിക്കും നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്നത് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എവിടെയോ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് എന്താണെന്ന് അറിഞ്ഞൂടാ, ബുക്കും ഇല്ലല്ലോ ദൈവമേ. നമ്മളുടെ കോൺഫിഡൻസും കൂടെ പോയി. എന്ന് വെച്ചാൽ നമുക്ക് അറിയാത്തൊരു കാര്യം അവരിങ്ങനെ എടുത്തു പറയാണ്. ചിലപ്പോൾ ആ കുട്ടി അത് പഠിച്ചു കാണുമായിരിക്കും, അവളുടെ സമാധാനത്തിന് വേണ്ടിയായിരിക്കും അതൊന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് നിന്നോട് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ആ സമയത്ത് എന്ത് പറ്റി, നമ്മൾക്ക് ആക്ച്വലി ആ പോർഷൻ അറിയത്തില്ല അധികമായിട്ട്. നമ്മൾ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കും. എന്നിട്ട് അത് എക്സാമിന് വരുമോ അതും ഇല്ല. സോ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഇങ്ങനെ ഒരു ആവറേജ് പഠിത്തമുള്ള എന്നെപ്പോലുള്ള ആവറേജ് കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങളുടെ വൈബിന് പറ്റിയ കുട്ടികളുടെ അടുത്ത് പോയി ഇരിക്കുക. ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ആയിരുന്നു, ഒരുമിച്ചിരുന്ന് പഠിച്ചിട്ടുള്ളത്. ഞാനും അവരും നല്ല വൈബായിരുന്നു. ഞാൻ പഠിച്ചിട്ടുള്ളത് അവനും പഠിച്ചിട്ടുണ്ട്, അവൻ പഠിച്ചിട്ടുള്ളത് ഞാനും പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ചായിരുന്നു പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ വരുമ്പോഴത്തേക്കും ഞാനും അവനും ഒരുമിച്ചിരുന്നായിരുന്നു പഠിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അറിഞ്ഞുകൂടാത്ത പോർഷൻ നമ്മൾ നോക്കത്തില്ല. നമുക്ക് രണ്ടുപേർക്കും ആ ഒരു ഇതാണ്, ഇനി അത് നോക്കട്ടെ അത് പോട്ട് എന്ന് പറഞ്ഞിട്ട് ഏകദേശം ജയിക്കാനുള്ളതൊക്കെ നിനക്ക് അറിയാലോ, ഓക്കെ സെറ്റ് ബാ എക്സാമിന് പോകും. ഇങ്ങനെ ഉള്ളൊരു ലെവൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എക്സാം ടൈമിലുള്ള പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ടെൻഷൻ
അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം ഞാൻ ചെലവഴിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ടൈപ്പ് കുട്ടികൾ ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്യരുത് എന്ന് എടുത്തു പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത ഒരു കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിന് പോകുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ എക്സാമിന്റെ ഹാളിനകത്തൊക്കെ കയറിയതിന് ശേഷം ഒരു കൂൾ ഓഫ് ടൈം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂൾ ഓഫ് ടൈമിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്. അത് ആവറേജ് സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, ടോപ്പർ ആയിക്കോട്ടെ, ഒന്നും പഠിക്കാത്ത ആളായിക്കോട്ടെ, ഈ ഒരു കൂൾ ഓഫ് ടൈമിനാണ് അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്. ഞാൻ ചില സമയത്ത് ആലോചിക്കാറുണ്ട്, എന്തോ ഈ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ ഇതൊക്കെ എക്സാമിൻ്റെ ഈ കൂൾ ഓഫ് ടൈമൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ എന്താ മനസ്സിലാവാത്തതാ എന്തോ അല്ലേ ഈ ഒരു കൂൾ ഓഫ് ടൈമിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്. കാരണം കൂൾ ഓഫ് ടൈമിന് ടീച്ചേഴ്സ് നമ്മളോട് പറഞ്ഞു തരുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്യും കുട്ടികളെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കാതെ എക്സാം എഴുതാൻ വേണ്ടി പോവുകയാണ്, നിങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ റിവൈസ് ചെയ്ത് ഇരിക്കും എന്നായിരിക്കും നിങ്ങളുടെ ടീച്ചർ പറയുന്നത്. നിങ്ങൾ നോക്കിക്കോ, കറക്റ്റായിട്ട് ഇത് തന്നെ നിങ്ങളുടെ ടീച്ചർ പറയും. ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഒരു വാക്ക് ഓർമ്മ വരില്ലാന്നേ. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ച കാര്യങ്ങൾ പോലും എനിക്ക് ഓർക്കാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നു, ആ വാക്ക് എന്തോന്നായിരുന്നു, ഈ വാക്ക് എന്തോന്നായിരുന്നു, ഓർമ്മയില്ലല്ലോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കൂൾ ഓഫ് ടൈമിനകത്ത് ഒന്നും ഓർമ്മയില്ലാത്തതൊക്കെയാണ് മനസ്സിനകത്ത് വരുന്നത്, അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലാത്ത പോർഷൻസ് ഒക്കെയാണ് നമ്മൾ മനസ്സിനകത്ത് വരുന്നത്. ഒരു കൂൾ ഓഫ് ടൈം എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. അപ്പം നിങ്ങളും അങ്ങനത്തെ ഉള്ള ഒരു കൂൾ ഓഫ് ടൈമിൻ്റെ ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് വെറുതെ റിലാക്സ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ നോക്കി ചിരിച്ച് ഹായ് ഒക്കെ കാണിച്ച് പഠിച്ചോടി, ഓക്കെ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു മൈൻഡിൽ ഇങ്ങനെ അങ്ങ് ചുമ്മാ ഇരിക്കുക. പിന്നെ ആ സമയത്ത് നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് കൊണ്ടുവരും. അപ്പോൾ ആ ടീച്ചറിനെയൊക്കെ നോക്കിയിട്ട് പേടിച്ചിട്ട് ആൻസർ ഷീറ്റ് ദൈവമേ ഇങ്ങനെ പറഞ്ഞ് വാങ്ങിക്കാതെ ജസ്റ്റ് ആൻസർ ഷീറ്റ് താങ്ക് യു മാം പറയാം വയ്ക്കാം. ഓക്കെ, അങ്ങനെ ഒരു വൈബിൽ ഇരിക്കുക രീതിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെൻഷൻ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യില്ല, വെളിയിലോട്ട് വരില്ല. അത് നിങ്ങളുടെ ഇരട്ടിക്ക് ഉള്ളിൽ കാണിക്കുന്നതായിരിക്കും നിങ്ങളൊരു ട്രിപ്പിൾ ആയിട്ട് പുറത്ത് കാണിക്കുന്നത്. ഒരു കൂടുതലിരിക്കുക. എത്ര പേർക്ക് പറ്റുമെന്നൊന്നും അറിയത്തില്ല. എനിക്കും നല്ല എക്സാം ടെൻഷനുള്ള ആളാണ് ഞാൻ. പക്ഷേ എന്നാലും ഈ വക കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്താൽ മേ ബി നിങ്ങൾക്ക് ആ ഒരു എക്സാം ടെൻഷൻ കാരണം മാത്രം മറന്നു പോകുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം എക്സാം ടെൻഷൻ കാരണം ഒരുപാട് മറന്നുപോയി, ഒരുപാട് അബദ്ധം പറ്റിയ ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത്രയും എക്സാം ടെൻഷൻ അടിക്കരുത് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് എഴുതി വെച്ചൊക്കെ പോയല്ലോ. അടുത്തതായിട്ട് ലാസ്റ്റ് മിനിറ്റ് പഠിത്തം ചെയ്യരുത്, ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി നിങ്ങൾ ചെയ്യരുത് എന്ന് നിങ്ങൾ ഈ ഒരു 100 പ്രാവശ്യം 100 വീഡിയോസിൽ കാണുമായിരിക്കും. ബട്ട് ചില സാഹചര്യത്തിൽ ലാസ്റ്റ് മിനിറ്റ് പഠിത്തം ഉപകാരപ്രദമാകും കേട്ടോ. എന്ന് കരുതിയിട്ട് എല്ലാവരും ചെന്ന് ലാസ്റ്റ് മിനിറ്റ് പഠിക്കണം എന്നൊന്നുമല്ല. ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം എന്നൊന്നും പറയില്ല. ബട്ട് നിങ്ങളുടെ ഒരു രീതി അനുസരിച്ച് ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി വേണോ വേണ്ടയോ എന്ന് വയ്ക്കുക. പിന്നെ എക്സ്പെഷ്യലി 1 വേർഡ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അതുകൊണ്ട് ഒരുപാട് ഉപയോഗം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ആയിക്കോട്ടെ, ഡിഫറൻസ് ബിറ്റ്വീൻ അറിഞ്ഞു പോലും കൂടാത്ത വേർഡ്സ് ആയിരിക്കും ചിലപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഒരു പ്രാവശ്യം ലാസ്റ്റ് മിനിറ്റിൽ ഒരു എൻ്റെ ക്ലാസ്സിൽ തന്നെ ഉള്ള ഒരു ടോപ്പർ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു. അവളിങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സാം ഹാളിലോട്ട് കയറാനൊക്കെ പോവുക. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനൊന്ന് എത്തി നോക്കിയപ്പോഴത്തേക്കും ആ ഒരു ഡിഫറൻസ് കണ്ടു. അപ്പോൾ പേര് കണ്ടപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, എടേ എന്തുവാടി ഈ പേര്? അപ്പോൾ ജസ്റ്റ് അവൾ എന്നോട് ഒന്ന് പറഞ്ഞു തന്നു. അതെന്ന് പറയുന്നത് ഈ കാര്യം ഇതാണിത്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് അകത്ത് കയറിയപ്പോൾ ആ ഡിഫറൻസ് ബിറ്റ്വീൻ ഉണ്ടായിരുന്നു. ഞാനങ്ങ് ഷോക്കായിപ്പോയി. അവൾ ആ പറഞ്ഞു തന്നതുകൊണ്ട് മാത്രം ആ വേർഡ് എന്താണെന്ന് എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് തട്ടിക്കൂട്ടി ആ ഡെഫിനിഷൻ എഴുതി ഡിഫറൻസ് ബിറ്റ്വീൻ 1 മാർക്കോ 2 മാർക്കെങ്കിലും സ്കോർ ചെയ്യാനുള്ളതാക്കി വെച്ചു. സോ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യേണ്ട. നിങ്ങൾക്ക് അറിയാത്ത വർക്കൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ നോട്ടിൽ ഇങ്ങനെ കണ്ടുപോവാണെങ്കിൽ അതെന്താണ് എന്നെങ്കിലും ഒന്ന് ചോദിച്ചു വച്ചോ, കുഴപ്പമില്ല. സോ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡി ഈസ് നോട്ട് ഓൾവേസ് യുവർ എനിമി. സംടൈംസ് അത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ബിഫോർ ദ എക്സാം ചെയ്യാൻ പറ്റിയത്. ഇനി ഡ്യൂറിങ് ദ എക്സാം നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയട്ടെ. നമ്മുടെ ടീച്ചേഴ്സ് ഇങ്ങനെ നടക്കും അല്ലേ, നടക്കുന്ന സമയത്ത് നമ്മുടെ എക്സാം പേപ്പറിലേക്ക് ഇങ്ങനെ ഒന്ന് വന്ന് എത്തി നോക്കും. ഈ 2 ടൈപ്പ് ടീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ടൈപ്പ് ടീച്ചേഴ്സ് നമ്മുടെ എക്സാം ഷീറ്റിലോട്ട് നോക്കിയിട്ട് മിണ്ടാതെ അങ്ങ് പോകും. എന്നിട്ട് എക്സാം ഒക്കെ കഴിയുമ്പോൾ നമ്മളോട് വന്ന് പറയും, എന്ത് പൊട്ടത്തരം ഔട്ടി നീ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കാം. ഇങ്ങനെയുള്ള ടീച്ചേഴ്സ് ഉണ്ട്. ബട്ട് ഇങ്ങനെ അല്ലാത്ത ടീച്ചേഴ്സാണ് 80% ടീച്ചേഴ്സും. എനിക്ക് പേഴ്സണലി എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയാം, 80% ടീച്ചേഴ്സ് ഇങ്ങനെയല്ല. ചിലപ്പോൾ ആ ടീച്ചേഴ്സ് ക്ലാസ് ടൈമിൽ ഭയങ്കര ഹൊററായിട്ടുള്ള ടീച്ചേഴ്സ് ആയിരിക്കും, ഭയങ്കര ടെററായിരിക്കും അവരുടെ ടീച്ചേഴ്സ്. ബട്ട് എന്നാലും എക്സാം ടൈമിലില്ലേ നമ്മൾ ഒരു മന്ദബുദ്ധി, ഒരു അൾട്രാ മണ്ടത്തരം എഴുതി വെക്കുവാണ്. ആ ടീച്ചേഴ്സ് കണ്ടുകൊണ്ട് പോയിട്ട്
അവർ ചുമ്മാ ഇല്ല, അവർക്കൊരു ഇതായിരിക്കും, അയ്യോ എന്ത് പൊട്ടത്തരം എഴുതി വെച്ചിട്ട് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ ജസ്റ്റ് ഒന്ന് നമ്മളോട് പറയും ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഒന്നുകൂടെ വായിച്ചേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും. നമുക്കൊരു ഹിൻ്റാണിത്. മേ ബി ചിലപ്പോൾ നമ്മളത് റോങ് ആയിട്ട് മനസ്സിലാക്കിയതാണെങ്കിലോ. എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടില്ല. ഞാൻ ആൻസർ ഷീറ്റിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നുപോയി. ഒരു ക്വസ്റ്റ്യന് എഴുതുക ലാസ്റ്റ് മിനിറ്റ് എഴുതിക്കൊണ്ടിരിക്കുക. ആ മാം ഇങ്ങനെ വന്ന് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ എവിടെ എന്ന് ചോദിച്ചിട്ട് പോയി. പെട്ടെന്ന് ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടു. ആ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ മാർക്ക് പോയേനെ. സോ ടീച്ചേഴ്സ് ഈ ഒരു 2 ടൈപ്പിലുണ്ട്. 80% ടീച്ചേഴ്സും ചിലപ്പോൾ നമ്മുടെ എക്സാം ടൈമിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തെന്ന് ഇരിക്കാം. അത് നിങ്ങൾക്ക് ആൻസർ പറഞ്ഞു തന്നാകണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളോട് ആ ഡയഗ്രാം തെറ്റാണ് എന്നായിരിക്കും. ചിലപ്പോൾ അതിനല്ലല്ലോ, ആ ക്വസ്റ്റ്യൻ അല്ലല്ലോ ചോദിച്ചിരിക്കുന്നത്, ഇങ്ങനെ ആയിരിക്കാം. എന്തെങ്കിലും ഹിൻ്റ് ആയിരിക്കാം. മേ ബി ചിലപ്പോൾ ആ ഹിൻ്റ് നമുക്ക് ഉപയോഗം വന്നാലോ. ചിലപ്പം ആൻസർ തന്നെ അത് ഇതെഴുത് എന്നായിരിക്കും പറയുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ടീച്ചേഴ്സ് ഇങ്ങോട്ട് സൈഡിലേക്ക് വരണ ഉടനെ ഇങ്ങനെ പൊത്തി പിടിച്ചൊരു എഴുത്തുണ്ടല്ലോ, ഒന്ന് കാണരുത്, എന്താണ് എഴുതണമെന്ന് നിങ്ങൾ കാണരുത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ മറച്ച് വെച്ച് എഴുതുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ടീച്ചർ വരുമ്പോഴേ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പേപ്പർ അങ്ങോട്ട് മറച്ചിട്ട് നമുക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള ഏരിയ ഇങ്ങനെ വെച്ചുകൊണ്ട് വായിച്ചുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മാം അവിടെ നിന്ന് ഇങ്ങനെ വരുമായിരിക്കും, നോക്കി ഉടനെ ഞാൻ പേജ് വെച്ചിട്ട് ഇങ്ങനെ നോക്കും. അതാകുമ്പോൾ ടീച്ചർ കാണുമ്പോഴത്തേക്ക് ഇതല്ലേ കാണുള്ളൂ. അപ്പോൾ അതെനിക്ക് ഉറപ്പാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് അത്രയ്ക്ക് ഓക്വേർഡ് ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ബട്ട് അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ടീച്ചർ കണ്ടോട്ടെ, നമ്മളെ ടീച്ചർ തന്നെയല്ലേ, കണ്ടോട്ടെ. ഒന്നുകിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ആ ടീച്ചർ വിചാരിച്ചേക്കാളും ആ കുട്ടി എഴുതുന്നുണ്ട് എന്നുള്ള ഇതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ടീച്ചർ എന്ത് പൊട്ടത്തരവാ എന്ന് വിചാരിച്ചുകൊണ്ട് പോയാലും കുഴപ്പമില്ല, എന്തെങ്കിലും കിട്ടിയാലോ അല്ലേ. സോ ആ ഒരു കാര്യം ട്രൈ ചെയ്യാതിരിക്കാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ്. നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ ഇനിയിപ്പോൾ ടീച്ചർമാർ പറയും, കുട്ടികൾ പറയും ടൈം മാനേജ്മെന്റ് ചെയ്യുക, എസ്എ ക്വസ്റ്റ്യൻ ഇത്ര ടൈം എടുക്കുക, ഡിഫറൻസ് ബിറ്റ്വീൻ ഇത്ര ടൈം എടുക്കുക. ഞാൻ പറയട്ടെ, നമുക്കത് നടക്കുമോ? ചില കുട്ടികൾ നടക്കും, എനിക്കത് നടന്നിട്ടേ ഇല്ല. എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ എക്സാമിന് മുന്നേ അല്ലെങ്കിൽ എക്സാമിന് സ്റ്റഡി ലീവിന്റെ ടൈമിൽ എക്സാമിന് 2 ദിവസം മുന്നേ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നോക്കുക ഓരോ ക്വസ്റ്റ്യനും എത്രയാണ് എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ടൈം എഴുതി വെക്കുക, ഡിഫറൻസ് ബിറ്റ്വീൻ ഇത്ര ടൈമിനുള്ളിൽ ഞാൻ തീർക്കും. എനിക്കിത് നടക്കാറില്ലായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് എസ്എ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടേ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സാഹചര്യത്തിൽ ടൈം കിട്ടാതെ വന്നിട്ടുണ്ട്. ബട്ട് എൻ്റെ ഫ്രണ്ടില്ലേ, അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നേരത്തെ ടൈം മാനേജ്മെന്റ് ചെയ്തു വയ്ക്കും. എന്നിട്ട് 30 മിനിറ്റ്സ് ആണ് എസ്എ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 30 മിനിറ്റ്സ് ആവുന്നതിന് ഒരു 2-3 മിനിറ്റ് മുന്നേ അവൻ ആ എസ്എ ക്വസ്റ്റ്യൻ തീർക്കും. അത് തീർന്നാലും ഇല്ലെങ്കിലും അവിടെ അങ്ങ് നിർത്തി ഒരു ഇത്തിരി ഏരിയ വിട്ടിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യും. അതായിരുന്നു അവൻ്റെ ഒരു രീതി. സോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവൻ്റെ ആ ഒരു രീതി തന്നെയാണ് നല്ലതെന്നുള്ളത്. സോ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ടൈം മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക. ആരും പറഞ്ഞു തരുന്ന ടൈം മാനേജ്മെന്റ് അല്ല, നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ എഴുതാൻ എനിക്കൊരു 15 മിനിറ്റ്സ് മതി. ഒരു 3 ഡിഫറൻസ് ബിറ്റ്വീൻ എഴുതാൻ എനിക്ക് 15 മിനിറ്റ്സ് മതി. സെൽഫ് ഹെൽപ്പ് ഈസ് ഓൾവേസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തന്നാലും വേറെ ആര് പറഞ്ഞു തന്നാലും ഏറ്റവും നല്ലത് സ്വന്തമായിട്ട് നിങ്ങളൊന്ന് ചെയ്യുന്നത് തന്നെയാണ്. നോട്ട് എഴുതുന്ന കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. ആരൊക്കെ എഴുതിയ നോട്ടുകൾ നിങ്ങൾ പഠിച്ചാലും ഏറ്റവും നല്ലത് സ്വന്തമായിട്ട് നമ്മളുടെ ഒരു ലെവലിൽ നോട്ട് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ചിലർ പറഞ്ഞെഴുതുകയും കോപ്പി അടിക്കുകയും ഒക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. ബട്ട് നോട്ട് ഇൻ ദ യൂണിവേഴ്സിറ്റി എക്സാം. യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ കോപ്പി അടിക്കുന്ന പരിപാടി ചെയ്യുകയേ ചെയ്യും എന്ന് പറഞ്ഞാൽ അവർ ചെയ്യും. എൻ്റെ കോളേജിലെ കുട്ടിയാണ് അല്ലെങ്കിൽ കോളേജിലെ സ്റ്റുഡൻ്റ് ആണ്, അങ്ങനെ പോലും ടീച്ചേഴ്സോ പ്രിൻസിപ്പളോ ഒന്നും കരുതില്ല. ഡയറക്റ്റ് അവർ പറയും ഈ കുട്ടി കോപ്പി അടിച്ചു, സോ ഡീബാറിങ് തന്നെ അവർ ചെയ്യും. അതുകൊണ്ട് കോപ്പി അടിക്കരുത്. കൂടിപ്പോയാൽ അടുത്ത ഇയർ കുട്ടികൾ എക്സാം എഴുതുമ്പോൾ നിങ്ങളും കൂടെ സപ്ലി എക്സാം എഴുതേണ്ടി വരുമായിരിക്കും. അത്രയേ പറ്റുള്ളൂ. സപ്ലി എക്സാം എഴുതിക്കോളും. ഇറ്റ്സ് ബെറ്റർ ദാൻ ഡീബാറിങ്. എഴുതാൻ പറ്റാതെ ഒരു 4-5 വർഷം ഇരിക്കുന്നതിനേക്കാളും ഒരു സപ്ലി ഒരു 2 മാസം കഴിഞ്ഞിട്ട് എഴുതുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് ആ ഒരു കാര്യം എക്സാം ടൈമിൽ ചെയ്യുകയും ചെയ്യരുത്. ഡോണ്ട് ഡു. കോപ്പി അടിക്കുകയും ചെയ്യരുത്. എക്സ്പെഷ്യലി തുണ്ടുവയ്ക്കുകയും ചെയ്യരുത്. ഒരിക്കലും ചെയ്യരുത്. നിങ്ങളത് ചെയ്യുമെന്നല്ല, ചെയ്യാതിരിക്കാനുള്ള ഒരു ഇതൊക്കെ നിങ്ങൾക്കുണ്ട് എന്നാണ്. അത് ചെയ്യരുത്. ഞാൻ ഒന്നുകൂടെ പറയാണ്, ചെയ്യരുത്. ഓക്കെ, ഇനി അടുത്തതായി പലരും പറയുന്നത് ഏതാണോ നിങ്ങൾക്ക് അറിയാന്നുള്ള ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഞാൻ അതിനോട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ എസ്എ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തിട്ട് എസ്എ ക്വസ്റ്റ്യൻ ആൻഡ് ദെൻ എന്താണോ സെക്കൻഡ് ഇതിൽ വരുന്നത്, ഷോർട്ട് നോട്ടാണോ അതാണോ അത് ചെയ്യുക. അടുത്തത് എന്തോ ഷോർട്ട് എസ്സേയോ ഷോർട്ട് നോട്ടോ എന്താണോ തേർഡ് കാറ്റഗറി കിടക്കുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സോ ഡിഫറൻസ് ബിറ്റ്വീനോ ഗിവ് ദ റീസണോ എന്താണെന്ന് വെച്ചാൽ
അങ്ങനെ അങ്ങനെ ഓർഡറിൽ വരുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം എടുത്ത് എഴുതുമ്പോൾ നിങ്ങൾ എക്സാമിനറിന് നിങ്ങളൊരു ഇംപ്രഷൻ കൊടുക്കുവാണ് എസ് എ ക്വസ്റ്റ്യൻ. അപ്പൊ എസ് എ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ അത്ര പിടിയില്ലായിരുന്നു. സെക്ഷൻ വൈസ് മാറ്റി എഴുതിയാലും കുഴപ്പമില്ല. 4th ക്വസ്റ്റ്യൻ ആദ്യം, 3rd ക്വസ്റ്റ്യൻ രണ്ടാമത്, 16th ക്വസ്റ്റ്യൻ അടുത്തത്, 15th ക്വസ്റ്റ്യൻ അടുത്തത്, അങ്ങനെ ഒരിക്കലും എഴുതരുത്. ഒന്നുകിൽ അത്രയ്ക്ക് നിങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സെക്ഷൻ വൈസ് മാറ്റി എഴുതുവാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സെക്ഷൻ ആയിട്ട് എഴുതുക. ഓക്കെ, ഷോർട്ട് നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് എഴുതിക്കോ. അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് എസ്സേ 1ഉം 2ഉം, ഷോർട്ട് എസ്സേ 1 ആൻഡ് ഷോർട്ട് എസ്സേ 2 നിങ്ങൾ മേളിൽ കയറ്റി ഫസ്റ്റ് എഴുതിക്കോളൂ. ഈ ഒരു എസ് എ ക്വസ്റ്റ്യൻ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് എഴുതിക്കോളൂ. ഇറ്റ്സ് ഓക്കെ. പക്ഷേ നമ്പേഴ്സ് മാറ്റി ഒരിക്കലും എഴുതരുത്. ഷോർട്ട് എസ്സേന്ന് ഒരു ക്വസ്റ്റ്യൻ ആദ്യം എഴുതുന്നു, അടുത്ത ഷോർട്ട് നോട്ടിൽ നിന്ന് 3ാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത് എഴുതുന്നു. അത് ചെയ്യരുത്, അത് കൊള്ളില്ല, അത് ചെയ്യരുത്. അതെനിക്കും ഇഷ്ടമല്ല, അത് ചെയ്യരുത്. ഓക്കെ, അങ്ങനെ ഒരു കാര്യമേ നിങ്ങൾ ചെയ്യരുത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് വരാം. ദാറ്റ് ഈസ് പേപ്പർ പ്രസന്റേഷൻ. അതിന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും കൂടെ ഉള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നിങ്ങൾക്കൊരു എക്സാമിന് ബുക്ക്ലെറ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ജയിക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ടീച്ചേഴ്സ് മാർക്ക് ഇടണം, എക്സാമിനർ മാർക്ക് ഇടണമെങ്കിൽ എന്ത് വേണം? സ്ഥലം വേണം. ഈ ഒരു ഏരിയയിൽ ആ കുട്ടിക്ക് മാർക്ക് ഇടാം. ഓക്കെ, സ്ഥലം എന്ന് പറയുന്നത് എക്സാമിനർ മാർക്ക് ഇട്ടോ എന്ന് കരുതിയിട്ട് ഇത്രയും വലിയ മാർജിൻ അതല്ല. എന്താ സ്ഥലം വേണം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? മാർക്ക് ഇടാനായിട്ട് വല്ലതും വേണം. ഓക്കെ, നമ്മളെ എക്സാമിനേഴ്സ് 99.9% എക്സാമിനേഴ്സും നമ്മളെ ജയിപ്പിക്കാനായിട്ട് നോക്കുള്ളൂ, നമ്മളെ തോപ്പിക്കാനായിട്ട് നോക്കില്ല. അവർക്ക് എന്താണ് വേണ്ടത്? മാർക്ക് ഇടാൻ വേണ്ടി ഏരിയ ആണ് വേണ്ടത്, എവിടെ മാർക്ക് ഇടാൻ പറ്റും എന്നുള്ളതാണ് വേണ്ടത്. സോ എത്ര പേപ്പേഴ്സ് എഴുതാൻ പറ്റുമോ അത്രയും പേപ്പേഴ്സ് നിങ്ങൾ എഴുതുക. ഓക്കെ, വിത്ത് കണ്ടന്റ് ഇല്ലാതെ വെറുതെ എഴുതുക എന്നുള്ളതല്ല, എന്തെങ്കിലും ഒരു കണ്ടന്റ് എങ്കിലും വെച്ച് പേപ്പേഴ്സ് എഴുതുക. ഒരു 50 പേജുള്ള ബുക്ക്ലെറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളൊരു 42 പേജസ്, ഓക്കെ, 40 പേജസ് മിനിമം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് വീട്ടിൽ കിടക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ആലോചിക്കാം, അല്ലെങ്കിൽ എക്സാം കഴിയുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ആലോചിക്കാം, ഓരോ പേപ്പറിൽ എൻ്റെ എക്സാമിനർ ഓരോ മാർക്ക് വെച്ച് ഇട്ട് പോയാലും എനിക്ക് 40 മാർക്ക് കിട്ടി. നമ്മുടെ ഒരു സമാധാനത്തിനെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ. ഇനി അത് ചിലപ്പോൾ നടക്കുകയും ചെയ്യും. അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നതാണ് ആ ഒരു ഏരിയ. എനിക്ക് വലിയ കണ്ടന്റ് ഒന്നും അറിയില്ല, പറ്റുമെങ്കിൽ നിങ്ങൾ ഇവിടെയൊക്കെ മാർക്ക് ഇട്ടുതാ എന്നുള്ളൊരു രീതിക്ക് നിങ്ങളൊരു 40 പേജസ് എങ്കിലും മിനിമം എഴുതുക. ഓക്കെ, ഇനി സെക്കൻഡ് ടിപ്പ്, എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഈ 40 പേജസ് എങ്കിലും എഴുതാൻ പറഞ്ഞല്ലോ എന്ന് കരുതിയിട്ട് മറ്റേ അക്ഷരത്തിലൊന്നും എഴുതി വയ്ക്കരുത്. അത് ടീച്ചേഴ്സിനെ കാണുമ്പോഴേ അവർക്ക് ചിലപ്പോൾ എക്സാമിനേഴ്സിന് ഇറിറ്റേഷൻ ആയിരിക്കും, ദൈവം ഇതെന്തോ എഴുതി വെച്ചിരിക്കണം കൊടുക്കണ്ട എന്ന് വിചാരിക്കും. സോ അതുകൊണ്ട് നിങ്ങളുടെ ഒരു നോർമൽ ഹാൻഡ് റൈറ്റിംഗ്, മറ്റേ കുരുട്ടായിട്ട് എഴുതുമല്ലോ, അടുത്തടുത്തടുത്ത് സ്പേസും ഇല്ല ഗ്യാപ്പും ഇല്ല, അങ്ങനെയല്ല എഴുതേണ്ടത്. നോർമൽ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗിൽ എഴുതുക. ഇടയ്ക്കിടയ്ക്ക് പാരഗ്രാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഏറ്റവും നല്ലത് പോയിന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഒരു പോയിന്റ് എഴുതുക, ഒരു കുത്തിടുക, ഒരു പോയിന്റ് എഴുതുക, അടുത്ത കുത്തിടുക, അടുത്ത പോയിന്റ്. ഈ എല്ലാ പോയിന്റിന്റെയും ഇടയിൽ ലൈൻസ് വിടണം എന്നില്ല, ബട്ട് പോയിന്റ് ആയിട്ട് എഴുതുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് എന്താ, ഇപ്പോൾ പോയിന്റ് ആയിട്ട് എഴുതി പോവാണ്, ഡെഫിനിഷൻ എഴുതിയതിന് ശേഷം ഒരു ലൈൻ വിട്ടതിന് ശേഷം പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പാരഗ്രാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉള്ളോ, അല്ലെങ്കിൽ നമുക്ക് ഓരോ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉള്ളോ, നിങ്ങൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് നിരത്തി പിടിച്ച് എഴുതാതിരിക്കുക. നൗ തേർഡ് തിങ് ഈസ്, ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും നിങ്ങൾ പെൻസിലിട്ട് ഒരു ലൈൻ കൊടുക്കുക. ഒരു എസ് എ ക്വസ്റ്റ്യൻ എഴുതി കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൻസിലിട്ട് ഒരു ലൈൻ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക. അതൊരു പേപ്പർ ഒരു ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്കെയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കെയിൽ യൂസ് ചെയ്യുക, അത്രയും നല്ലത്. ഇനി തേർഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഡിഫറെന്റ് കളർ പെൻസ് യൂസ് ചെയ്യാമോ എന്ന് നിങ്ങൾ നോക്കുക. കേരള യൂണിവേഴ്സിറ്റി കുഹാസിലാണെങ്കിൽ ഡിഫറെന്റ് കളർ പെൻസ് യൂസ് ചെയ്യാൻ പാടില്ല. സോ നിങ്ങൾ ആൻസർ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ അണ്ടർലൈൻ ചെയ്യേണ്ട വേർഡ് നിങ്ങൾ വേറൊരു കാര്യമായിട്ട് എഴുതരുത്. യു ക്യാൻ യൂസ് പെൻസിലിട്ട് നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം. മാക്സിമം നല്ലത് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ പേന വെച്ച് തന്നെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഡയഗ്രാം യൂസ് ചെയ്യാനായിരിക്കണം പെൻസിൽ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അല്ലാതെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ബ്ലൂ കളറിൽ എഴുതിയിട്ട് ബ്ലാക്ക് ഇട്ട് അണ്ടർലൈൻ ചെയ്യുക, അത് ചെയ്യേണ്ട. കാരണം അത് റിസ്ക് ആണ്. ചിലപ്പോൾ നിങ്ങളെ അത് മാൽ പ്രാക്ടീസ് ആയിട്ട് അങ്ങനെയൊക്കെ കണക്കൂട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടീച്ചറിന് അത് എക്സാമിനറിന് ഇഷ്ടപ്പെട്ടില്ല എന്നും വരാം. സോ മാക്സിമം നിങ്ങൾ എഴുതുന്ന പേന വെച്ച് തന്നെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുന്നതായിരിക്കും നല്ലത്.
ഡയഗ്രാം വരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പെൻസ് യൂസ് ചെയ്യാം. ഇനി അടുത്ത കാര്യം, ഡയഗ്രാംസ് ആർ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഡയഗ്രാംസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, പക്ഷേ നിങ്ങളുടെ പൊട്ടത്തരം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡയഗ്രാം യൂസ് ചെയ്യരുത്. അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ ഇപ്പോൾ കൂടെയുള്ള ഫ്രണ്ട് പറഞ്ഞതാണ്, ഒരു ക്വസ്റ്റ്യൻ ഒരു ആൻസർ എഴുതി, ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയില്ല, ആ ആൻസർ എന്തെഴുതണമെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ അങ്ങനെ വിടാൻ പാടില്ലല്ലോ, അതുകൊണ്ട് എന്തോ ഉള്ളിൽ എഴുതി. ആ എഴുതിയ ആൻസർ തെറ്റാണ്, പക്ഷേ എന്നാലും ആ ഒരു ചാപ്റ്ററിൽ നിന്നായതുകൊണ്ടോ അല്ലെങ്കിൽ ആ എഴുതിയിരിക്കുന്ന കണ്ടന്റ് ഏകദേശം റിലേറ്റഡ് ആയതുകൊണ്ടോ മാർക്ക് ഇടാനായിട്ട് പോവുമായിരിക്കും എക്സാമിനർ. അപ്പോഴാണ് അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു പൊട്ടത്തരം ഡയഗ്രാം വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ എക്സാമിനറിന് എന്ത് തോന്നും? അപ്പോൾ ഈ ഡയഗ്രത്തിലുള്ള കാര്യം എന്താണെന്നും ആ കൊച്ചിന് അറിയത്തില്ല, ഈ സാധനം ഈ ഒരു ഡയഗ്രാം ആണെന്നും അറിയില്ല, അപ്പോൾ എന്തായാലും മാർക്ക് കൊടുക്കണ്ട എന്നുള്ള ഒരു കാര്യം, അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തും. എനിക്കും ഇത് പറ്റി. അത് പറ്റിയത് 4th ഇയറിലെ OBG എക്സാമിനായിരുന്നു. ഭാഗ്യത്തിന് അത് പറ്റിയത് സെക്ഷണൽ എക്സാമിനായിരുന്നു. സെക്ഷണൽ എക്സാമിനോ മോഡൽ എക്സാമിനോ ആയിരുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ക്വസ്റ്റ്യന് ഡിഫറൻസ് ബിറ്റ്വീൻ ഒന്നും കിട്ടാത്തത് കൊണ്ട് എൻ്റെ മനസ്സിൽ എവിടെയോ ഓർമ്മ വന്ന ഒരു ഡയഗ്രാം ഞാൻ വരച്ചു വെച്ചു. ഈ സൈഡിൽ കൊച്ചു കിടക്കുന്ന എന്തോ ആണ്, യൂട്രസിൽ ബേബി കിടക്കുന്ന പോലെ എന്തോ ഒരു ഇമേജ് ആണ്, അത് ഞാൻ വരച്ചു വെച്ചു. ഈ സൈഡിലും വരച്ചു വെച്ചു. മാം എന്നോട് പറയുകയാണ്, ഈ പടം കണ്ടിട്ട് നിനക്ക് ആ ഡിഫറൻസിന് ഞാൻ 0 ഇട്ടാലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം മാം പറയുക, ആ പടം കണ്ടിട്ട് പോയിന്റ് ഒക്കെ കറക്റ്റ് ആണ്, പക്ഷെ ആ പടം കണ്ടപ്പോൾ എനിക്ക് 0 ഇടാനാണ് തോന്നിയത് എന്നാണ് മാം പറഞ്ഞത്. സോ പിക്ചേഴ്സ് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഡയഗ്രാം വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യും. ബട്ട് ഡ്രോ ദ കറക്റ്റ് പിക്ചർ. ആ കറക്റ്റ് പിക്ചർ ആയിരിക്കണം വരയ്ക്കുന്നത്. നിങ്ങളുടെ തെറ്റ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കണ്ടന്റിനോട് റിലേറ്റ് ചെയ്യാത്ത ഒരു പൊട്ടത്തരമായിട്ടുള്ള പിക്ചർ വരച്ച് വെക്കരുത്. അതുകൊണ്ട് അത് ചെയ്യരുത്. ആ ഒരു പിക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തത് തന്നെ വരയ്ക്കാം. ഇനി അടുത്തതായിട്ട് എല്ലാ ആൻസറിലും ഡ്രോ എ ഡയഗ്രാം എന്ന് അവർ പറയില്ല. അതിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഡ്രോ ഡയഗ്രാംസ് വെറെവർ നെസസറി. എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ നിങ്ങൾ ഡയഗ്രാംസ് വരച്ചോ എന്ന് അവർ ഓൾറെഡി നമുക്കൊരു ഫ്രീ ആയിട്ട് ഒരു പോയിന്റ് മുകളിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഡ്രോ ഡയഗ്രാം എന്നില്ലെങ്കിലും ഡ്രോ ഡയഗ്രാം ഇഫ് യു നോ. ആ ഡയഗ്രാം നിങ്ങൾക്ക് അറിയാം, ആ ഒരു കണ്ടന്റിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡയഗ്രാം നന്നായിട്ട് അറിയാമെങ്കിൽ വരയ്ക്കുക. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഡിഫറൻസ് ബിറ്റ്വീൻ എഴുതുകയോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ടേബിൾസ് വരയ്ക്കുക. അടുത്തതായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് പ്രിൻസിപ്പിൾസ്, പർപ്പസ് അങ്ങനെയൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ ആരോ ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ബോക്സിനകത്താക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചും കൂടെ നല്ല ഒരു പേപ്പർ പ്രസന്റേഷൻ കിട്ടും. മാർക്ക് ഇടാനായിട്ട് ടീച്ചേഴ്സിന് തോന്നണം. ആ ഒരു രീതിക്ക് വേണം നിങ്ങൾക്ക് എഴുതി വയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഈ ഒരു എക്സാം ടിപ്സ് എന്ന് പറയുന്ന വീഡിയോ. ഇച്ചിരി ലോങ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു, ബട്ട് എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്ത ദിവസം ഞാൻ ഒരു സോൾവ് ചെയ്ത പേപ്പർ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഈ ഒരു പേപ്പർ പ്രസന്റേഷൻ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പേപ്പർ എഴുതി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. സാഹചര്യം സമ്മതിക്കുകയാണെങ്കിൽ, സാഹചര്യം അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കണ്ടന്റും അങ്ങനെ ഒരു വീഡിയോയും ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റട്ടെ, നന്നായിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനിയും ഇതുപോലത്തെ കണ്ടന്റ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുമ്പോഴായിരിക്കും പെട്ടെന്ന് എനിക്ക് ക്ലിക്ക് ചെയ്യുന്നത്, അത് ചെയ്യാലോ, നല്ലതായിരിക്കുമല്ലോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ വല്ല കണ്ടന്റ്സും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർക്ക് നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. ടാറ്റാ.